എന്താണാവോ വരവിന്റെ ഉദ്ദേശം? എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ ലൈഫ് മൊത്തം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. 2 കോടി രൂപ സ്ത്രീധനം കിട്ടിയപ്പോ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയെടുക്കും. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. സാറേ, ഇവൻ മഹാ ഉടായിപ്പാ. ഇവൻ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കും. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. പിന്നെ താഴേക്കല്ല മേപ്പട്ടേക്കാൻ അയക്കേണ്ടത് അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിടായിരിക്കണം. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോ ഞാൻ ഇവരുടെ പേര് കേസ് കൊടുത്തു. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഓത്തോ ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. നീ അമ്മച്ചി ശാപം കേട്ടിട്ടുണ്ടോ? ആന്ധ്രം ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവന്റെ 7 തലമുറയും നശിച്ചു പാളിസാവും. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ഫ്ലാഷ് ബാക്ക്. എനിക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മറ്റേത് കിട്ടാണെ അയക്കട്ടെ എനിക്ക്. അയ്യോ, എനിക്കിപ്പോ ബോധം പോവും. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണി പാടും. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി ജീവിക്കണ്ടേ സാറേ? മെയ് അനങ്ങാതെ ജീവിക്കണം. പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. എന്താ ഷാജി? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കണ്ടാ. ഓക്കെ, അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമല്ലേ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. Jump